2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായി അവർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളിലേക്കും അതിൻ്റെ വസ്തുതകളിലേക്കുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു വനിതാ സംവരണത്തിൻ്റെ മറവിൽ BJP അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? വനിതാ സംവരണവുമായി ബന്ധപ്പെടുത്തി എന്തുകൊണ്ടാണ് ഈ മണ്ഡല പുനർനിർണയം എന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നീക്കം കൂടി BJP ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയത്? എന്തായാലും പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തുകയാണുണ്ടായത്. ഇപ്പോൾ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് വനിതാ സംവരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിഷയമായി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രചാരണം നടത്താനുള്ള നീക്കമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണത്തിൻ്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണയം എന്ന പേരിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ കൂട്ടിക്കെട്ടുന്നതിലൂടെ എന്തായിരുന്നു BJP ലക്ഷ്യമാക്കിയത്? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ AJ ഫിലിപ്പുണ്ട്. സ്വാഗതം. യഥാർത്ഥത്തിൽ 3 കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്, അത് പാസ്സാക്കിയ ശേഷം പിൻവലിക്കേണ്ടി വന്ന സാഹചര്യത്തിന് ശേഷം ലോക്സഭയിൽ വലിയൊരു പരാജയം BJP അല്ലെങ്കിൽ NDA സർക്കാർ ഏറ്റുവാങ്ങിയെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ പ്രതിപക്ഷം മുൻപില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഐക്യത്തോടു കൂടിയാണ് ഈ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണം പോലെ ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് BJP കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം എതിർത്തത് എന്നുള്ള സാമാന്യമായ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ഇതിലൂടെ BJP ലക്ഷ്യമാക്കിയത്? ഈ വനിതകൾക്ക് 33% സംവരണം, അങ്ങനെ അതിനുവേണ്ടി ഒരു നിയമം 2023 ഈ ഗവൺമെൻറ് തന്നെ മുൻപോട്ട് കൊണ്ടുവരികയും ഏതാണ്ട് ലോക്സഭ ഐക്യകണ്ഠേന 1-2 പേരെ എതിർത്തു അങ്ങനെ പാസ്സാക്കിയതുമാണ്. ആ നിയമം നിലവിലുണ്ട്. അപ്പോൾ ആരും ഇതിനെതിരായിരുന്നില്ല. പക്ഷെ നിലയിൽ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് BJP ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരാജയം നേരിടുന്നത് എന്ന്. സത്യമാണ്. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് പരാജയം വരിച്ചതാണ്, അല്ലാതെ BJPക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും ഇത് വോട്ടിന് വരും, വോട്ടിന് വന്നാൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ BJPക്ക് നല്ലതുപോലെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, BJPയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് 33% സംവരണം നൽകുക എന്നുള്ളത് ജസ്റ്റ് ഒരു സ്ലോഗനാണ്. അവരതിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ല. അവര് ഇതുവഴി എന്താണ് സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഞങ്ങൾ സംവരണം നൽകാൻ ശ്രമിച്ചു, അതിനെയെല്ലാം ഓപ്പോസിഷൻ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എതിർത്തു, അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രയോജനം ലഭിച്ചില്ല എന്നൊരു രാഷ്ട്രീയ നീക്കം നടത്താനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് അവർ പാർലമെന്റിനെ ഉപയോഗിച്ചത്. അല്ലാതെ BJPക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നും ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിയാണ്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അങ്ങനെയുള്ള ഒരു BJPക്ക് ഇതുപോലൊരു മണ്ടത്തരം പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJP ഇതറിഞ്ഞുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയതാണ്. വളരെ ആസൂത്രിതമായൊരു നീക്കമായിരുന്നു. അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അതെ, ഈ 2023 ബില്ല് പാസ്സാക്കുമ്പോൾ അതിൽ 2 വകുപ്പുകൾ അവര് ആഡ് ചെയ്തു. ആ വകുപ്പ് എന്ന് പറയുന്നത് ഈ സംവരണം ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് അതിനകത്തൊരു വരി എഴുതി ചേർത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം തന്നെ അന്ന് തന്നെ 2023 എന്തിനാ അത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അന്ന് ഇലക്ഷന് പ്രയോജനം നേടണം, അതിനുവേണ്ടിയാണ് അന്ന് അവരത് കൊണ്ടുവന്നത്. അപ്പോഴും അവർക്ക് വിശ്വാസമില്ല, അവർക്ക് ആഗ്രഹമില്ല ഇത് ഉടനെ പ്രാവർത്തികമാക്കണം. പണ്ട് ഈ രാജ്യത്ത് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻസിലെ പഞ്ചായത്തിലൊക്കെ 33% സംവരണം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് അത് പാസ്സാക്കി. അത് കോൺഗ്രസിന്റെ കാലത്താണ് അത് വളരെ ഈസി ആയിട്ട് പാസ്സാക്കി. ഇന്ന് രാജ്യം ഒട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും
മുനിസിപ്പൽ കോർപ്പറേഷൻസിലും ഒക്കെ സ്ത്രീകൾക്ക് 33% സംവരണമുണ്ട്. ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അന്ന് തന്നെ 2023 തന്നെ BJP ഗവൺമെന്റിന് വേണമെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർക്ക് അന്ന് അത് ചെയ്യേണ്ട താല്പര്യമില്ല. കാര്യം അവർക്ക് അതിനേക്കാളും കൂടുതൽ താല്പര്യം ഡീലിമിറ്റേഷൻ ആണ്. എന്താണ് ഈ ഡീലിമിറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഡീലിമിറ്റേഷൻ നിയമം, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഈ പോപ്പുലേഷന്റെ വർധനമനുസരിച്ച് MP-മാരുടെ എണ്ണം അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളുടെ പുനർഘടന ഒക്കെ നടത്തേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാധ്യതയാണ്. പക്ഷേ ഇതിന് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കേൾക്കാമോ? കേൾക്കാം. 1973 ഞാൻ ഡൽഹിയിൽ ആദ്യമായിട്ട് വന്നത് 1973 അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് എഡിറ്റർ തന്ന വിഷയമാണ് 2-3 മിനിസ്ട്രികളാണ് തന്നത്. അതിലൊരു മിനിസ്ട്രി ആയിരുന്നു ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ്. അന്നത്തെ മന്ത്രിയായിരുന്നു ഡോക്ടർ കരൺ സിംഗ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു മേജർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ്. അതായത് ആരോഗ്യവും കുടുംബാസൂത്രണവും. ഇതായിരുന്നു ആ മിനിസ്ട്രിയുടെ പേര് തന്നെ. അപ്പോൾ അന്ന് വളരെ ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതായത് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള സ്ലോഗനിൽ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, തമിഴ്നാട് ഗവൺമെന്റ് അന്ന് MGR ആണ് ഭരിക്കുന്നത്. MGRന്റെ ഗവൺമെന്റ് ഡൽഹിയിൽ നിന്ന് ഒരു പത്രസംഘത്തെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ആ പത്രസംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം 10 ദിവസത്തോളം തമിഴ്നാട് മൊത്തം ഞങ്ങളെ കൊണ്ട് നടന്ന് കാണിച്ചു. അന്നത്തെ അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ HV ഹാൻഡെ. അദ്ദേഹം കൊണ്ട് കാണിച്ചത് എന്താണ്, തമിഴ്നാട് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്നൊക്കെ അഭിമാനപൂർവ്വം ഡോക്ടർ HV ഹാൻഡെ, അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ ഹാൻഡെ, ഈ ഡൽഹിയിൽ നിന്ന് വന്ന പത്രപ്രവർത്തകരോട് പറയുകയും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ തമിഴ്നാട് എത്രമാത്രം ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഇക്കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളായ കേരളം ഒരുപക്ഷെ താങ്കൾക്ക് അറിയാമോ എന്നറിയില്ല, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമായിരുന്നു കേരളം. ആ ഡെൻസിറ്റി ഉണ്ടായിരുന്ന കേരളത്തിലെ ഫാമിലി പ്ലാനിങ്ങിന്റെ വിജയം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം ഗവൺമെന്റിന്റെ ഈ കുടുംബാസൂത്രണ ക്യാമ്പയിൻ കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ച, അതുപോലുള്ള പല കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ തന്നെയും കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ കുടുംബാസൂത്രണ രംഗത്ത് വളരെ മുന്നോട്ട് പോയി. അതേസമയം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉള്ള ഹിന്ദി സംസ്ഥാനങ്ങൾ, അതായത് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കുടുംബാസൂത്രണം തീരെ പരാജയമായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി, അവിടുത്തെ പോപ്പുലേഷന്റെ സംഖ്യ വളരെ വർദ്ധിച്ചു. ഇന്ന് ശരാശരി എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. കാരണം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഗവൺമെന്റുകളും അതിന് വേണ്ട താല്പര്യം കാണിച്ചില്ല. മറ്റൊന്ന്, ആ സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമാണ്. പല കാരണത്താലാണ്. ഞാൻ അവരെ ജനങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, പല കാരണങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. പല കാരണങ്ങളാൽ അവർക്ക് പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പോൾ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് ഉത്തർപ്രദേശിലെ ഒരു MP ഏതാണ്ട് 40-50 ലക്ഷം ജനങ്ങളെയാണ് ഒരു MP റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയത്ത് കേരളത്തിൽ വരികയാണെങ്കിൽ 10-18 ലക്ഷമോളം തോന്നും. അത് പോയി ചെറിയ പ്രദേശമായ ലക്ഷദ്വീപിൽ പോയാൽ ഒരു പക്ഷേ ഏതാനും ലക്ഷങ്ങളെ കാണത്തുള്ളൂ. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ പോയാലും വളരെ ചുരുക്കം ജനങ്ങളെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളും ഏകദേശം ഒരുപോലെ ആനുപാതികമായിരിക്കണം. അതായത് ഒരു MP ഏതാണ്ട് ഒരേ സംഖ്യം ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യണം എന്ന് അതാണ് ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അപകടം എന്ന് പറയുന്നത് പാർലമെന്റിലെ MP-മാരുടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ വില, അവിടുത്തെ പാർലമെന്റിലെ വില കുറയാനാണ് സാധ്യത. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു മനുഷ്യന് ഒരു ഓഫീസറും അയാളുടെ ബോസും, ഒരു താഴ്ന്ന ജോലിക്കാരനും അദ്ദേഹത്തിന്റെ ബോസും
താഴ്ന്ന ജോലിക്കാരന്റെ ശമ്പളം എന്ന് പറയുന്നത് 2000 ഉറുപ്പികയാണ്. ബോസിന്റെ ശമ്പളം എന്ന് പറയുന്നത് 1,00,000 ഉറുപ്പികയാണ്. 1,00,000 ഉറുപ്പി ഇവർക്ക് രണ്ടുപേർക്ക് 100% ഇൻക്രീസ് ചെയ്താൽ 1,00,000കാരന് 2,00,000 ആകും. അതേസമയം ഈ 2,000 രൂപ കിട്ടുന്നവന് ഇവർ 4,000 ആകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പെർസെൻറ്റേജ് എല്ലാവരും തമിഴ്നാടിന് കിട്ടുന്നത് ഡബിൾ ആകും, അല്ലെങ്കിൽ 1.5 ഇപ്പോഴുള്ളതിനേക്കാളും പെർസെന്റൂടെ കൂടും. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാറിലും അത് മാത്രമേ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സദേൺ സ്റ്റേറ്റ്സിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ശക്തി പാർലമെന്റിൽ കുറയുകയാണ്. വലിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം കൂടുകയും ചെയ്യും. അവരുടെ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ, ഈ 3 സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇതുകൂടെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനം ഇല്ലെങ്കിൽ തന്നെ ഈ രാജ്യം അവർക്ക് ഭരണം ഓടിക്കാൻ പറ്റും. അവിടെ എല്ലാം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. അതെ. ഇന്നലെ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇവർ തോറ്റുപോകാൻ കാരണം? ഈ സദേൺ സ്റ്റേറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളുണ്ട്, മറ്റു സംസ്ഥാനങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഈ ഇപ്പോഴേ ഇവർ പറയുന്നത് 850 സീറ്റോ മറ്റോ പാർലമെന്റിൽ കൂട്ടാൻ പോവുകയാണ്. അതാണ് അവരുടെ ഉദ്ദേശം. 850 സീറ്റ് ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതി വളരെ ഈസി ആയിട്ട് അവർക്ക് പാസ്സാക്കാമായിരുന്നു, ആനുപാതികമായിട്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ലക്ഷ്യം. അവരെ സംബന്ധിച്ചിടത്തോളം വനിതാ സംവരണം നടപ്പാക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതെ, വനിതാ സംവരണം വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഒരു പ്രയാസവുമില്ല. 2023 നിയമം തന്നെ പാർലമെന്റിൽ ഇന്ന് കൊണ്ടുവന്നാൽ മതി. ഇന്നലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി മറ്റുള്ള പാർട്ടിക്കാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ 33% റിസർവേഷൻ കൊണ്ടുവരണമെങ്കിൽ ഈ ബില്ല് വീണ്ടും ഒന്ന് അവതരിപ്പിച്ചാൽ ആ പ്രൊവിഷൻ എടുത്ത് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 ക്ലോസുകൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത് പാസ്സാക്കാൻ പറ്റും. 2029 ഇലക്ഷന് വളരെ ഈസി ആയിട്ട് 33% റിസർവേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അല്ല അവരുടെ ഉദ്ദേശം. അവർക്കിത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. വനിതകൾക്ക് ഈ സംവരണം കൊടുക്കുന്നതിലുപരിയായിട്ട് അവർക്ക് വേണ്ടത് പാർലമെന്റിന്റെ അംഗസംഖ്യ കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ വ്യക്തമാണ്, 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യമാണ് പുതിയൊരു പാർലമെന്റ് കെട്ടിടം പണിയുക എന്നുള്ളത്. ആ പാർലമെന്റ് കെട്ടിടം പണിതാൻ ഉദ്ദേശിച്ചത് തന്നെ ഈ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ പഴയ പാർലമെന്റിന്റെ സൗകര്യക്കുറവൊന്നുമല്ല. ഈ അംഗസംഖ്യ കൂട്ടുവാനും അവർക്ക് ഇരിക്കാനായിട്ട് സ്ഥലം വേണം. അതിനുവേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി ആരംഭിച്ചതാണ് പുതിയ പാർലമെന്റിന്റെ നിർമ്മാണം പോലും. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മദർശിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന BJPക്ക് ഇന്നലെ അവിചാരിതമായിട്ട് തോറ്റുപോയി എന്ന് പറയാൻ പറ്റില്ല. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. അവരുടെ ഇനിയും ഇന്നലെ തന്നെ അവിടെ നമ്മുടെ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി, നോർത്ത് ഈസ്റ്റേൺ മന്ത്രി, അരുണാചൽ പ്രദേശിലെ മന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഞങ്ങള് മറ്റു രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലാതെ അവർ ഗവൺമെന്റ് പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞിട്ടില്ല. അവര് മറ്റ് വിധേന അവരുടെ ലക്ഷ്യം സാധിച്ചെടുക്കും എന്നാണ് ഇന്നലെ മന്ത്രിയും പാർലമെന്റിൽ പറഞ്ഞത്. അപ്പോൾ അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല, താങ്കൾക്കും അറിയത്തില്ല, ഒരുപക്ഷെ ഓപ്പോസിഷൻ പാർട്ടികൾക്കും അറിയത്തില്ല. വേറൊരു സംഗതി എന്നുള്ളത്, ഇപ്പം ഈ 2023 നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ഒന്ന് സെൻസസ് നടത്തണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തണം. ഇപ്പോൾ സെൻസസിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടി, ഒരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത്. അപ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന ഈ ക്ലോസുകൾ ഒഴിവാക്കുന്നതിന് പകരം ഇപ്പോൾ പുതിയ ഈ ഡീലിമിറ്റേഷനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ അവർ അവതരിപ്പിക്കുന്നത്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എതിർത്തതും പരാജയപ്പെടുത്തിയതും. അതിന് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സംസ്ഥാനങ്ങളിൽ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. വളരെ ധൃതിപ്പെട്ടുകൊണ്ടാണ് ഈ പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി അവർക്കുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അവരിപ്പോൾ വെസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ, ആസാമിലും കുറെ സീറ്റുണ്ട്. അപ്പൊ ഈ 2 സംസ്ഥാനങ്ങളിൽ വരുന്നതാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. ഓപ്പോസിഷൻ പാർട്ടികളെ എല്ലാവരും കൂടി, ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഞങ്ങൾ സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ ഇവർ തോപ്പിച്ചു എന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ എത്രമാത്രം വില പോകുമെന്ന് നമുക്കറിയത്തില്ല. അത് കണ്ട് കാണേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ
ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരണമെങ്കിൽ ഇന്നും പാർലമെന്റിൽ തന്നെ 2 ദിവസത്തെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ വളരെ ഈസി ആയിട്ട് ഈ നിയമം പാസ്സാക്കാനും പറ്റും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ശതമാനം അവർക്ക് കൊടുക്കാനും പറ്റും. പിന്നീട് ഇവർ പറയുന്നുണ്ട് ഡീലിമിറ്റേഷൻ കൊണ്ട്. എത്ര ഡീലിമിറ്റേഷൻ ഇവിടെ കൊണ്ടുവന്നാലും, ഉദാഹരണത്തിന് ചെറിയ സംസ്ഥാനങ്ങളിലെ, അതായത് UP-യിലെ ഒരു MP അത്രയും തന്നെ ആൾക്കാരെ ലക്ഷദ്വീപിലെ MP-യും റെപ്രസെന്റ് ചെയ്യണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് പ്രാക്ടിക്കൽ. പിന്നെ ഇത് അന്ന് ഫാമിലി പ്ലാനിങ് ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അന്ന് സദേൺ സംസ്ഥാനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൂടെ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും പാർലമെന്റിന്റെ എണ്ണം കൂട്ടുകയില്ല, അഥവാ കൂട്ടിയാൽ തന്നെ ആനുപാതികമായിട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് തമിഴ്നാടിന് പോപ്പുലേഷൻ ഉത്തർപ്രദേശിനെ പോലെ പോപ്പുലേഷൻ വർദ്ധിച്ചിരുന്നുവെങ്കിൽ കണക്കൂട്ടാൻ പറ്റുന്നതാണ്, അല്ലാതെ പ്രയാസമൊന്നുള്ള കാര്യമല്ല. കണക്ക് കൂട്ടുക, എത്ര പോപ്പുലേഷൻ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അത്രയും സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലോജിക്കലാണെന്ന് പറയാം. ഉദാഹരണത്തിന് കേരളത്തില് ഇപ്പോൾ 20 സീറ്റാണുള്ളത്. അപ്പൊ 20 സീറ്റിലാണ് കേരളത്തിൽ ഫാമിലി പ്ലാനിങ് അഡോപ്റ്റ് ചെയ്തില്ലായിരുന്നു. അന്ന് ഓരോ കുടുംബത്തിലും 5-8 പിള്ളേരുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്ര ആയിരിക്കുമോ അത്രയും സീറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ UP-ക്ക് ബരാബറാകും. അല്ലാതെ ഈ ഫാമിലി പ്ലാനിങ് വിജയിച്ച സംസ്ഥാനങ്ങളെ ഫാമിലി പ്ലാനിങ് തോറ്റുപോയ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് തുല്യത കൊണ്ടുവരുന്നത് വളരെ തെറ്റായ നയമാണ്. അതിന് യാതൊരു യോജിക്കുമില്ല. ഈ 2001 സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ നടപ്പാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ പോലെ ഒക്കെ തന്നെ ആശങ്കപ്പെടുന്നത് ഈ മധ്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഈ BJP ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അംഗങ്ങൾ വരുമ്പോൾ ഈ ചുറ്റുമുള്ള ഈ പ്രദേശങ്ങൾ ഇവരുടെ കോളനികൾ പോലെയായി മാറുമോ എന്നുള്ളൊരു ആശങ്ക ഫറൂഖ് അബ്ദുള്ള അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. അതായത് നമ്മുടെ ഈ സംസ്ഥാന പുനർനിർമ്മീകരണ കമ്മീഷൻ ഉണ്ടായിരുന്നു പണ്ട്. അതില് KM പണിക്കർ എന്നൊരു മലയാളിയായിരുന്നു അതിനകത്ത് ഒരു മെമ്പർ. അന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ഒരു വിയോജിപ്പ് കുറിപ്പ് എഴുതുകയുണ്ടായി. ആ വിയോജിപ്പ് കുറിപ്പിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉത്തർപ്രദേശ് 5-8 സംസ്ഥാനമായിട്ട് മാറ്റണം, അതുപോലെ മധ്യപ്രദേശ് 5-6 സംസ്ഥാനമായിട്ട് വിഭജിക്കണം എന്നൊക്കെ KM പണിക്കർ എന്നൊരാള്, മലയാളിയായ KM പണിക്കർ അന്ന് റീഓർഗനൈസേഷൻ മെമ്പർ ആയിരുന്ന അദ്ദേഹം ഒരു വിയോജിപ്പ് കുറിപ്പ്, ഡിസെൻഡിങ് നോട്ട് എഴുതിയിരുന്നു. അത് അന്ന് അദ്ദേഹം ദീർഘ വീക്ഷണത്തോടെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഉത്തർപ്രദേശും മധ്യപ്രദേശും തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടും, അല്ലെങ്കിൽ ഈ ഉത്തർപ്രദേശും ബീഹാറും തീരുമാനിക്കുന്നത് പോലെ രാജ്യം ഓടും, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പുറകിലായി പോകും എന്ന് അദ്ദേഹം അന്ന് ദീർഘ വീക്ഷണത്തോടെ എഴുതിയിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും സ്റ്റാലിനുമൊക്കെ ഉന്നയിക്കുന്ന വിഷയം ഇത് നടപ്പാക്കപ്പെട്ടാൽ ഫെഡറലിസം അട്ടിമറിക്കപ്പെടുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഫെഡറലിസം വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇത് നടപ്പാക്കപ്പെടുന്നതോടുകൂടി ഫെഡറലിസം അട്ടിമറിക്കപ്പെടുമെന്നുള്ള ആശങ്ക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യം ഒരു യൂണിറ്ററി സ്റ്റേറ്റ് അല്ല, ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്ന് പറയാം. പക്ഷെ ഈ ഫെഡറൽ സ്റ്റേറ്റിൽ തന്നെ ചില വകുപ്പുകൾ സംസ്ഥാനത്തിനും ചില വകുപ്പുകൾ കേന്ദ്രത്തിനും. ഉദാഹരണത്തിന് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം മിനിസ്ട്രി, ഇതുപോലുള്ള കാര്യങ്ങൾ, ആഭ്യന്തരം, വിദേശം, പിന്നെ ബോർഡർ സെക്യൂരിറ്റി, അതുപോലെ ഫൈനാൻസ്, കറൻസി അടിക്കാനുള്ള പവർ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കുത്തകയാണ്. അതിനകത്ത് ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നിലയിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, കൃഷിയുണ്ട്. ഈ കാര്യങ്ങളിൽ പോലും ഇന്ന് കേന്ദ്രം അവരുടെ നയങ്ങൾ കൊണ്ടുവരികയാണ്. സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി ഒരു നീക്കം പോലും നടത്താൻ ഒക്കാത്ത ഒരു സിറ്റുവേഷൻ. ഉദാഹരണമെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഉള്ള സബ്സിഡി നിർത്തലാക്കുക, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരിക, സംസ്ഥാനത്തിന് ചെയ്യാനൊക്കാത്ത കാര്യങ്ങളൊക്കെ കേന്ദ്രം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കേടുപാട് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മളൊരു ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊരു യൂണിറ്ററി സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അപകടം പിടിച്ച ഒരു സിറ്റുവേഷനാണ്.
ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഒരു 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 ജനത, ഒരു ഇലക്ഷൻ, ഒരു ഭാഷ എന്നൊക്കെ പറയുന്നുള്ള ഈ സൊല്യൂഷൻ, ഈ സ്ലോഗൻസ് ഒക്കെ അത് നമ്മുടെ അഖണ്ഡതയെ ബാധിക്കും, നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും, നമ്മുടെ വളർച്ചയെ ബാധിക്കും. ഒരേ രാജ്യത്ത് തന്നെ ചില ഭാഗത്തുള്ളവർ കൂടുതൽ പവർ, ചില ഭാഗത്തുള്ളവർക്ക് പവർ ഇല്ല. ഗവൺമെന്റ് ഈ ഡീലിമിറ്റേഷൻ വന്ന് പാർലമെന്റിന്റെ അംഗസംഖ്യ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളമോ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ പറയുന്നൊന്നും അവർക്ക് കേൾക്കേണ്ട കാര്യം പോലും ഇല്ല. കാര്യം അവർ ഉത്തർപ്രദേശും ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് നിയമവും പാസ്സാക്കാൻ പറ്റും, ഏത് നിയമവും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ഒരു ശരിയായ പ്രവണതയല്ല. അതിനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും BJP ലക്ഷ്യമാക്കുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ഈ പറയുന്ന ഫെഡറലിസത്തെ തകർത്തുകൊണ്ടുള്ള ഒരു കേന്ദ്രീകൃതമായൊരു അധികാര സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ പരാജയപ്പെടുത്തിയതും. അവരൊരുമിച്ച് ഇപ്പോൾ സ്റ്റാലിനെ പോലുള്ള ആളുകൾ വലിയ പ്രതിഷേധങ്ങൾ, ഈ ബില്ല് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് ഫെഡറലിസത്തെ തകർക്കുകയാണെന്നുള്ള വിഷയമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് ഇവരുടെ അപ്രമാദിത്വത്തെ നേരിടാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യം, മറ്റെല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു പുതിയൊരു ഘട്ടമായി തന്നെ കണക്കാക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വിജയം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ആശ്വസിക്കാം. പക്ഷെ എന്നിട്ട് അടുത്ത ഗവൺമെന്റിന്റെ നീക്കം എന്താണ് എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഡീലിമിറ്റേഷൻ പരിപാടി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അപ്പൊ ആ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമാണ് അതെങ്ങനെ ഗവൺമെന്റ് പരിഹരിക്കും എന്നുള്ളത് കാണേണ്ടതാണ്. എന്തായാലും ഇതൊരു താൽക്കാലിക വിജയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. ആത്യന്തിക വിജയം എന്ന് പറയുന്നത് ഈ നീക്കത്തെ തന്നെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ പാർലമെന്റില് എല്ലാ എംപിമാരും ഒരുപോലെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമൊന്നും അങ്ങനെ നിയമമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവരുന്ന പ്രാക്ടിക്കലും അല്ല. ചില സംസ്ഥാനങ്ങളിൽ അത്രയും പോപ്പുലേഷൻ പോലും ഇല്ല. അപ്പൊ ആ സംസ്ഥാനത്ത് എംപിമാർ എന്ത് ചെയ്യും? അപ്പൊ വലിയ സംസ്ഥാനമുണ്ട്, ചെറിയ സംസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് കേരളത്തിലെ നിയോജകമണ്ഡലങ്ങൾ, ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് വേറൊരു മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിയോജകമണ്ഡലത്തിലെത്തും. നിയോജകമണ്ഡലത്തിൽ നിന്ന് വേറൊരു നിയോജകമണ്ഡലത്തിലോട്ട് എത്തണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും യാത്ര ചെയ്താൽ. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെയല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയും അല്ലെങ്കിൽ അതൊന്നും ഒരുപോലെയല്ല. അപ്പൊ എല്ലാ എംപിമാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് വലിയ സംസ്ഥാനത്തിൽ മത്സരിക്കാൻ അവർക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ അനുവദിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മണ്ഡലത്തില് ചെറിയ വിസ്താര ഏരിയ വൈസ് ചെറുതാണെങ്കിൽ അവിടെ ഇത്ര രൂപയെ നമുക്ക് ചെലവഴിക്കാൻ എംപിമാർക്ക് കാൻഡിഡേറ്റ്സിന് ചെലവഴിക്കാൻ പറ്റും. വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ ആ എമൗണ്ട് കൂട്ടട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക, അല്ലാതെ ഈ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. അതുപോലെ തന്നെ ഇതിന് എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ വന്ന് എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 4000 പേര് എംപിമാരും MLA-മാരുമായിട്ട് ഇന്ത്യയിലുണ്ട്. അത് ഏകദേശം 6000 പേരാകും. ഈ 6000 പേരുടെ മിനിമം 50% വെച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. 6000 പേരുടെ ഡെയിലി ബത്തയും മറ്റ് എക്സ്പെൻഡിച്ചറും എല്ലാം കൂടെ കൂട്ടുമ്പോഴുണ്ടല്ലോ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി വരും. സംസ്ഥാനങ്ങൾക്ക് ഒരു വലിയ അധിക ബാധ്യതയായി മാറും. അധിക ബാധ്യതയായിട്ട് വരും. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഒരു 850 എംപിമാര് പാർലമെന്റിൽ പോയിരുന്നാൽ നേട്ടം കൂടുതലായിട്ട് രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അത് കൂടുതൽ ചെലവ് ഉണ്ടാക്കും. അല്ല, അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല. ഇതൊക്കെ വെറുതെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്, രാഷ്ട്രീയ ലാഭം ആണ് മാത്രം. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൗ ബെൽറ്റ് ശക്തമാണ്. ആ കൗ ബെൽറ്റ് ഈ രാജ്യം ഭരിക്കും എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതാണ് അവരുടെ തീരുമാനം. തീർച്ചയായും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ കൗബെൽറ്റിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് BJPയുടെ കൗബെൽറ്റ് രാഷ്ട്രീയം തന്നെയാണ് ഈ പറയുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിലും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ബില്ലിലുമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൽക്കാലം ലോക്സഭയിൽ ഇത് പരാജയപ്പെട്ടുവെങ്കിലും, പ്രതിപക്ഷത്തിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിലും
ഈ വിഷയത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറേ കൂടെ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംവാദത്തിൽ ഉയർന്നു നിൽക്കുന്നത്. നന്ദി സാർ.